പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കുന്നത് തികച്ച് ഹെൽത്തി ആയിട്ടുള്ളൊരു റാഗിയുടെ ലഡു റെസിപ്പിയാണ്. ഇതിൽ മധുരത്തിന് പഞ്ചസാരയല്ല ചേർക്കുന്നത്. കുട്ടികൾക്കും വലിയവർക്കും ഏത് സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ലഡുവിൻ്റെ റെസിപ്പി. അതേപോലെ ലോങ് ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് പാക്കറ്റ് ചിപ്സുകളൊന്നും മേടിക്കാതെ ഇതുപോലെ ലഡു ചെയ്തെടുത്തുകൊണ്ട് പോയാൽ നല്ലൊരു എനർജി ബൂസ്റ്റർ കൂടിയാണ്. സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കണേ. കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൂടെ പറയുന്നുണ്ട്. അതുകൂടി ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റായിട്ട് എളുപ്പത്തിൽ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. 2 കപ്പ് റാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് 1 കപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് 2ാമത് കപ്പ് കൂടി ഇടുവാണ്. ഇതൊരു തവിയുടെ കണക്ക് പറയുവാണെന്നുണ്ടെങ്കിൽ 4 തവി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലൊരല്പം ഉപ്പൂടെ ചേർത്ത് ഇളക്കണം. നമ്മൾ പാക്കറ്റുകളിൽ വാങ്ങുന്ന റാഗി പുട്ടുപൊടി ഇല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ നമ്മൾ പൊടിപ്പിച്ച് വെച്ചിട്ടില്ലേ, അത് പുട്ടിന് വേണ്ടി നമ്മളൊന്ന് വറുത്തെടുക്കും. ആ പൊടിയാണിത്. ഇതിന് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് പുട്ടിന് നനയ്ക്കുന്ന പോലെ ഒന്ന് നനച്ചെടുക്കണം. പാകമായൊന്ന് അറിയാൻ വേണ്ടി കുറേശ്ശെ ഒന്ന് ഉണ്ട പിടിച്ച് നോക്കുക. നല്ല ഉരുണ്ട് വരിക. നമ്മളൊന്ന് പൊട്ടിച്ചു വിട്ടാൽ ഇങ്ങനെ വിതറി വീഴുന്ന രീതിയിലാണെങ്കിൽ അത് കറക്റ്റ് പരുവമായിട്ടുണ്ട്. ഇനി ഈ പൊട്ടുപൊടിയൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പച്ചെമ്പിലെ വെള്ളം നല്ലവണ്ണം വെട്ടി തിളയ്ക്കുമ്പോൾ വേണം ഇത് നിരത്തി ഇടാനായിട്ട്. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യുക, ഇല്ലെങ്കിൽ വേറൊരു രീതി എന്ന് പറയുന്നത് അപ്പച്ചെമ്പിൻ്റെ പാത്രം ഉണ്ടല്ലോ, ആ പാത്രത്തിലോട്ട് തുണി ഇട്ടിട്ട് അതിന് മുകളിലോട്ട് പൊടി വിതറുക. ആ തുണിയൊന്ന് മൂടി വയ്ക്കണം. അതിനുശേഷം അപ്പച്ചെമ്പിൻ്റെ അടപ്പ് വെച്ചിട്ട് ഒരു ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 7-8 മിനിറ്റ് മാത്രം മതി. നല്ലവണ്ണം വെന്ത് കിട്ടും. വെന്ത ഉടനെ തന്നെ എടുത്ത് മാറ്റണം. അങ്ങനെ മൂടി വെക്കരുത്. ഇതാ നല്ല ചൂട് ഇതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അല്പം ഒന്ന് ചൂടാറി കിട്ടണം. ഇനി ചൂട് കെട്ടിയുള്ളൊരു പാത്രത്തിൽ ഒരു 1/2 അല്ലെങ്കിൽ 3/4 കപ്പ് തിരുമിയ തേങ്ങ ചേർത്തിട്ട് ആ വെള്ളം വെട്ടുന്ന രീതിയിലൊന്ന് ഇളക്കിയെടുക്കണം. ചെറു തീയായത് കാരണം 2-3 മിനിറ്റ് എടുത്തെന്ന് വരാം. തേങ്ങയുടെ കളർ ഒട്ടും മാറാൻ പാടില്ല. നമുക്ക് ഇളക്കുമ്പോൾ മനസ്സിലാകും നല്ലവണ്ണം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടെന്ന്. ഒരു പരന്ന പാത്രത്തിൽ നിരത്തിയിട്ട് ആറാൻ വേണ്ടി മാറ്റി വയ്ക്കുക. ഇനി ഒരു തവി കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇതോടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെക്കുക. ഇത് റോസ്റ്റർ കപ്പലണ്ടിയാണ് എങ്കിലും ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി മാറ്റി വയ്ക്കുക. ഇനി 2 സ്പൂൺ വെള്ള എള്ള്, 2 സ്പൂൺ കറുപ്പെള്ള്, ഇത് രണ്ടും എടുത്തിട്ടുണ്ട്. ഇതൂടെ ചെറു തീയിലിട്ട് നല്ലവണ്ണം ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. എള്ള് റോസ്റ്റാക്കി എടുക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ കൈവശം ഒരു ടൈപ്പ് എള്ളേ ഉള്ളെന്നുണ്ടെങ്കിൽ അതായാലും എടുക്കുക. ഞാനിവിടെ കുറച്ച് കാഷ്നട്ട്, ഏകദേശം 10 മാത്രമേ എടുക്കുന്നുള്ളൂ. കാഷ്നട്ടാണ് കൂടുതൽ ഇഷ്ടമെന്നുണ്ടെങ്കിൽ കപ്പലണ്ടി കുറച്ചുകൊണ്ട് ഇത് കൂടുതലെടുക്കുക. ഇതൂടെ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതാ തേങ്ങ നന്നായിട്ട് ആറിയിട്ടുണ്ട്. മിക്സിയുടെ വലിയ ജാർ നോക്കി എടുക്കണം, കാരണം ഫ്രീ ആയിട്ട് അതിനകത്ത് ചുറ്റണം. ചെറുതായിട്ടൊന്ന് ചുറ്റിയെടുത്താൽ മാത്രം മതിയേ. ഒരേ വലുപ്പത്തിൽ എല്ലാം നല്ല പെരുവിരാന്ന് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ എടുക്കണം. ഇതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കണം. വീണ്ടും അതേ ജാറിൽ തന്നെ കപ്പലണ്ടി ഇട്ടിട്ടുണ്ട്. കൂടെ തന്നെ എള്ള്, കശുവണ്ടിയൂടെ ചേർക്കുകയാണ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരുപാട് അങ്ങ് അരയ്ക്കരുത്, പൾസ് ചെയ്തെടുക്കണം. എന്നിട്ട് ഓപ്പൺ ചെയ്ത് നോക്കണം. എല്ലാം ഒന്ന് ക്രഷായിട്ട് കിട്ടിയാൽ മതി. ഒരുപാട് പൊടിഞ്ഞും പോകരുത്. ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി. ഈ നട്ട്സിൻ്റെ കൂടെ ചേർക്കേണ്ടതായിരുന്നു പംകിൻ സീഡ്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് ചൂടൊന്നും ആക്കണ്ട, അങ്ങനെ ഒന്ന് പൊടിച്ചു മാറ്റി. ഇനി 2 അല്ലെങ്കിൽ 3 ഏലക്ക ചേർക്കുക. ഇനി മധുരത്തിന് വേണ്ടി ഞാനിവിടെ 20ഓളം ഈന്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈന്തപ്പഴം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ഒരു 4 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചിരിക്കുമായിരുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈന്തപ്പഴം നല്ലവണ്ണം പൊടിഞ്ഞ് കിട്ടുവേ. അതുപോലെ ഫ്രീസറിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ ഇത് ചെയ്യണം, വെളിയിൽ വെക്കുകയോ ചെയ്യരുത്. അപ്പോൾ ലാസ്റ്റിൽ ഇത് ഫ്രീസറിൽ നിന്ന് എടുക്കുക, ഉടനെ തന്നെ പൊടിക്കുക. രാത്രിയിൽ ഫ്രീസറിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഇത് പൊടിഞ്ഞ് കിട്ടുവേ. ഇതുകൊണ്ട് നല്ല തരിതരിയായിട്ട് കിട്ടിയിട്ടുണ്ട്. വീണ്ടും അതേ ജാറിലോട്ട് ആവി കയറ്റി വെച്ചിരിക്കുന്ന റാഗിയുടെ ചേർക്കുകയാണ്. ഇതിനൊരല്പം ചൂടുണ്ട്, ചൂടോടുകൂടി തന്നെ ചേർക്കുക. ഇതിൻ്റെ ആ കട്ട പോലെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറിയിട്ട് ഈവനായിട്ട് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഒന്ന് ചുറ്റിച്ചെടുക്കുക. നിങ്ങൾ കട്ടയുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ചുറ്റിച്ചെടുക്കണം. ഇതാ കട്ടയൊന്നും ഇല്ലാതെ നല്ലവണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി അതൊരു വലിയ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ആദ്യമേ നട്ട്സ് ചേർക്കുക. ഇത് തേങ്ങയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ പൊടിയും നട്ട്സും എല്ലാം ഒരേപോലെ വരണം. ഇനി ഈന്തപ്പഴം ചേർക്കുക. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം.
റാഗിപ്പൊടിക്കകത്ത് ഉപ്പ് ചേർക്കാൻ മറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് 2 നുള്ള ഉപ്പൂടെ ചേർക്കണം. ഇനി ഇതിൽ നെയ്യ് ചേർക്കുന്നുണ്ട്. ഞാൻ ടോട്ടലായിട്ട് 4 സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. അത് നല്ലവണ്ണം ഒന്ന് ചൂടാക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ആദ്യമേ 2 സ്പൂൺ ഒഴിക്കുകയാണ്. അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മധുരം എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ശർക്കരപ്പൊടി ചേർക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഉണ്ട ശർക്കര ചീകിയിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതായാലും ചേർത്താൽ മതിയേ. നെയ്യ് ഒത്തിരി വേണ്ട എന്നുള്ളവർക്ക് അളവ് വേണമെങ്കിൽ ഒരല്പം ഒന്ന് കുറച്ച് ചേർക്കാവുന്നതാണ്. എങ്കിലും നെയ്യ് ഒന്ന് ചേർത്തിരിക്കണം. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. റാഗിപ്പൊടിക്ക് ചെറിയൊരു ചൂടുണ്ടായിരിക്കണം. അപ്പം പെട്ടെന്ന് നല്ലവണ്ണം ടൈറ്റായിട്ട് പിടിക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ടൈറ്റായിട്ടൊന്ന് പിടിച്ച് ഉരുട്ടി എടുത്തിട്ട് ഷേപ്പാക്കി എടുക്കണം. ഈന്തപ്പഴം നല്ലവണ്ണം പൊടിച്ചെടുത്തിരിക്കുന്ന കാരണം ആ മിക്സ് ഒന്ന് ചൂടാറിയാലും നമുക്ക് നല്ല ടൈറ്റായിട്ട് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റും. അഥവാ നിങ്ങൾക്ക് അല്പം ചൂട് വേണം എങ്കിലും ഉരുട്ടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മൈക്രോവേവ് ഉള്ളവരാണെങ്കിൽ 25-30 സെക്കൻഡിലോട്ട് ഒന്ന് ചൂടാക്കി മിക്സ് ഒന്ന് എടുത്താൽ മതി. മധുരത്തിന് ഈന്തപ്പഴം മാത്രമേ ചേർക്കൂ എന്നുള്ളവർ കുറച്ച് ഏറെയായിട്ട് ഈന്തപ്പഴം പൊടിച്ച് വെക്കുക. അപ്പം മധുരം പറ്റാതെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പോയി ഫ്രീസറിൽ പോയി സെറ്റാക്കി എടുക്കാൻ നമുക്ക് പറ്റത്തില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നട്ട്സ് എല്ലാം ആദ്യമേ പ്രിപ്പയർ ആക്കി ക്രഷ് ചെയ്ത് വെക്കുക. അതിനുശേഷം വേണം റാഗി നനച്ച് കുറേ നേരം ഒന്ന് മാറ്റി വെക്കരുത്. അപ്പം തന്നെ അപ്പച്ചെമ്പിലിട്ട് വേവിച്ചെടുക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് ആ ചൂടോടുകൂടി ചെയ്യാനായിട്ട് പറ്റും. റാഗിപ്പൊടി വെന്ത ഉടനെ തന്നെ അപ്പച്ചെമ്പിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം. ആദ്യം ആ പാത്രത്തിൽ തന്നെ ചൂടിരിക്കട്ടെ എന്ന് വിചാരിച്ച് മൂടി വെക്കരുത്. അടപ്പയിൽ നിന്നുള്ള ആവി തട്ടി പൊടിക്കകത്തെല്ലാം വെള്ളമായിപ്പോവും. എല്ലാം നല്ല ഷേപ്പിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതൊരു 3-4 മണിക്കൂർ ആകുമ്പോഴത്തേന് നല്ലവണ്ണം സെറ്റാവും. പെട്ടെന്നൊന്ന് സെറ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലോട്ടൊന്ന് വെച്ചാലും മതി. ഒട്ടും ചൂടില്ല എന്ന് ഉറപ്പ് വരുത്തി നല്ലവണ്ണം ആറിയതിന് ശേഷം എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് കുറച്ച് ദിവസങ്ങളിലേക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തയക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ്. അവർക്ക് മധുരം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഏറെ ഈന്തപ്പഴം അരച്ച് ചേർത്തുകൊണ്ട് അവരുടെ ഇഷ്ടത്തിന് മധുരമാക്കി ചെയ്ത് കൊടുത്തു നോക്കൂ. ഇന്നുണ്ടാക്കി വെച്ചിട്ട് നാളത്തേന് ഒന്നുകൂടി ടേസ്റ്റാണ്. ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ മിക്സ് ചെയ്യുന്ന പാത്രം ഉണ്ടല്ലോ നല്ല ഡ്രൈ ആയിട്ടിരിക്കണം. അതേപോലെ ഒട്ടും വെള്ളമയം കാണരുത്. നമ്മുടെ കൈയും ഡ്രൈ ആയിട്ടിരിക്കണം. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നുപോലെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ആക്കിയിടാനും മറക്കല്ലേ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.